ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 2 പോയിൻ്റ് വയറിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇത് പഠിച്ച് എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് വലിയൊരു വീഡിയോ ഒന്നുമില്ല, പക്ഷെ പുതിയ ആൾക്കാർക്ക് വലിയൊരു അറിവാണ്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതും അവർക്ക് പഠിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഗ്യാൻ ബോക്സ്, 4 സ്വിച്ച്, ഒരു പ്ലഗും വരുന്നത്. ഇതിൽ നമ്മൾ 3 സ്വിച്ച്, ഒരു ഇൻഡിക്കേറ്ററും ഒരു പ്ലഗിനുള്ള ഗ്യാപ്പുണ്ട്. ആ പ്ലഗ് നമ്മൾ ചെയ്യുന്ന പ്ലഗ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു പെൻഡനോട്ടറും ഒരു ആംഗിൾ ബാറ്ററിനാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. 2 പെൻഡനോട്ടർ ആയാലും മതി. പിന്നെ അതിന് 6 വയറും വേണം നമുക്ക്. അതുപോലെ പിന്നെ വേണ്ടത് അപ്പം നമുക്ക് ഇനി അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എംബോക്സിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആ ഷീറ്റ് നമുക്ക് ഇതുപോലെ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടേ കോപ്പർ എടുത്തതിന് ശേഷം ഈ സ്ക്രൂ അയച്ചു കൊടുക്കട്ടോ. ഈ അടിയിൽ വരുന്ന 4 സ്ക്രൂ അത് അയച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ടൈറ്റായി കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, 3 ശ്രദ്ധിക്കണ്ടോ, 3 അതേമാതിരി ടൈറ്റായി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് വയർ ഫേസ് ഇതിൽ കൊടുത്തിട്ടോ. ഇത് നമ്മൾ കറണ്ട് കൊടുക്കുന്നതാണ്. ഇത് പുതിയ ആൾക്കാർക്ക് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അതിന് നമ്മൾ സർക്യൂട്ട് വയർ അറിയും. സർക്യൂട്ട് വയർ അതിൽ ഫേസ് വയർ കേട്ടോ, ചുവപ്പ്. അതുപോലെ അതിൻ്റെ ബ്ലാക്ക് വയർ, ഈ ബ്ലാക്ക് കളറുള്ള വയറുണ്ടല്ലേ, അത് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ലെഗിലാട്ടോ കൊടുക്കുന്നത്. ഇത് സ്ക്രൂ അയച്ചിട്ട് ഇതിൽ കൊടുക്കട്ടോ. അല്ലേ, ഇത് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇതിലേക്ക് സർക്യൂട്ട് വയർ ന്യൂട്രും ഫേസും എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതിൻ്റെ പുറത്ത് ഔട്ട് ചെയ്ത് 2 വയറാട്ടോ. അതിലൊന്ന് നമ്മൾ ഈ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻസുലേഷൻ ഈ സ്റ്റിക്ക് പ്ലേറ്റ് ഒന്ന് കളഞ്ഞിട്ടേ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഈ സർക്യൂട്ട് വയർ ബ്ലാക്ക് കൊടുത്തില്ലേ, അതൊന്ന് എടുത്തിട്ട് അതിന്മേലെ ഒന്ന് കൂട്ടിപ്പിരിച്ചു കൊടുക്കട്ടോ. കൂട്ടിപ്പിരിച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇൻഡിക്കേറ്ററിൽ കൊടുത്താൽ അതേ അതിൽ ഈ വയറുമാട് ജോയിൻ്റ് ആക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് നമ്മൾ 2 ലൈറ്റ് ബേസാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. വയറിൻ്റെ നീളത്തിൽ മാറ്റേണ്ടതുള്ളൂ. വയറിൻ്റെ അളവൊക്കെ പറയുന്നതാണ് 13 വയറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെറിയ വയറെടുത്തിട്ട് ഒരു സ്വിച്ചിനകത്ത് കൊടുക്കട്ടോ. അതുപോലെ എന്ത് ചെയ്യാം, മറ്റേ നീളം കൂടിയൊരു വയറെടുത്തിട്ട്, നീളം കൂട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ
രണ്ട് ബൾബ് ബോർഡ് രണ്ട് ഭാഗത്തേക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടോ കുറച്ചൊന്ന് അകലം കൂട്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് നീളം കൂടിയ വയർ എടുത്തിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുക, ഇതിനകത്ത് കൊടുക്കുക. അത് കൊടുത്തു. നമ്മളെന്ത് ചെയ്യാം, ഈ ബ്ലാക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് നമ്മൾ രണ്ട് വയറാക്കിയിട്ട് അവിടെയൊക്കെ ട്രൂപ്പ് ചെയ്തിട്ട് വേണം കൊടുക്കുക. അതെന്താണ്, ബ്ലാക്ക് നമ്മളെപ്പോഴും ലിങ്ക് ചെയ്തിട്ടാണ് പോവുക. അതായത് ഒന്ന് ബൾബ് ബോർഡറിന്ന് ജോയിൻ്റ് ആക്കിയിട്ടാണ് മറ്റേ ബൾബ് ബോർഡർക്ക് നമ്മൾ കൊണ്ടുപോകുക. എപ്പോഴും അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബൾബ് ബോർഡർക്ക് എന്ത് ചെയ്യും, പാറ്റേൺ ഹോൾഡർക്ക് ന്യൂട്രൽ കൊടുത്തിട്ടോ. ന്യൂട്രൽ ഒന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് വന്നു, അതിന് പിന്നെ ലിങ്ക് ചെയ്തിട്ട് മറ്റേ ഓർഡർക്കുള്ളത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ലേ. ഇനി നമ്മളെന്ത് ചെയ്യാം, നമ്മളെ ചെറിയ ലൈറ്റ് വേസ് ഉണ്ടല്ലോ, അത് നമ്മളെന്ത് ചെയ്തു ഇതിനകത്ത് തന്നെ കൊടുക്കട്ടോ. നമ്മളിപ്പോൾ കൊടുത്ത ബൾബ് ബോർഡിനകത്ത് തന്നെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇനി പെൻഡൻ ഓർഡർ എടുക്കുക. നമുക്ക് ഇന്നുള്ളത് ഒരു ലൈറ്റ് വേസ് ഉണ്ട്. അതൊക്കെ ഇതിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ബൾബ് ബോർഡിന് റൂട്ട് ചെയ്തിട്ട് പിന്നെ ന്യൂട്രലിൻ്റെ വയറിൻ്റെ കഷ്ണം കൂടി ഇട്ടിനാലോ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ന്യൂട്രലിൻ്റെ പോയിന്റിലും കൊടുക്കുക. അപ്പോൾ അതായി. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ ബോർഡൊക്കെ നോക്കി, ഈ ബോർഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സർക്യൂട്ട് വയർ നമ്മൾ അടിയിൽ ഷോർട്ടാക്കി കൊടുത്തു. 3 സ്വിച്ചിനുള്ളതും കൊടുത്തു. പിന്നെ 3 സ്വിച്ച്, 2 സ്വിച്ചിനുള്ള ലൈറ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 3ാമത്തെ സ്വിച്ചിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻഡിക്കേറ്റർ കത്തുന്ന രീതിയിലോട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കറണ്ട് വരും. അപ്പോൾ ഓരോ സ്വിച്ച് ഇട്ടാൽ ഓരോ ലൈറ്റ് കത്തും. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സ്വിച്ച് തലക്കത്തിട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററും കത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ബൾബ് കണക്ട് ചെയ്തിട്ടോ. അതിനുശേഷം നമ്മൾ സർക്യൂട്ട് വയർ പ്ലഗിനകത്ത് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റർ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഏതാ ഫേസ് ഒന്ന് നോക്കണം. ആ ഫേസിൽ ഷോപ്പ് വയർ കൊടുക്കുക. മറ്റേ ടെസ്റ്റർ വെച്ച കത്താത്ത ഇപ്പോഴത്തെ കോഴ്സിൽ ന്യൂട്രൽ വയർ കൊടുക്കട്ടോ. അപ്പം നമ്മളിത് പ്ലഗ് ചെയ്യാൻ പോകണം. ഷോപ്പ് വയർ ഫേസ് വയറിൽ, അതുപോലെ ന്യൂട്രൽ വയർ എന്ത് ചെയ്യണം, ഇതിനും കൊടുത്തതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കട്ടോ. അപ്പോൾ ആ ലൈറ്റ് കത്തി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടോ, രണ്ടാമത്തത് കത്തി. 3ാമത്തത് ഇവിടെ കണ്ടോ, ഈ ഇൻഡിക്കേറ്ററും. ഒന്നുകൂടി നോക്കാം നമുക്ക്. ഫസ്റ്റത്തത് ഓഫായി, രണ്ടാമത്തെ ഓഫായി, 3ാമത്തെ അവിടെ ഇൻഡിക്കേറ്റർ ഓഫായി. ജസ്റ്റ് ഒന്നും കൂടി ഓണാക്കുക. ഫസ്റ്റത്തെ കത്തി, രണ്ടാമത്തെ സ്വിച്ചിങ് കത്തി, 3ാമത്തെ ഇൻഡിക്കേറ്റർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.